നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, മമ്മൂക്കയുടെ ബസൂക്ക ഏപ്രിൽ 10 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇന്നലെ അപ്ഡേഷൻ വന്നു. ഇന്നലെ തന്നെ ന്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ സമയം ഞാൻ വടക്കൻ വീരഗാഥ സിനിമ കാണുകയായിരുന്നു. അപ്പോൾ നമുക്ക് വടക്കൻ വീരഗാഥ സിനിമയെക്കുറിച്ച് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. ഹരിഹരൻ എന്ന് പറയുന്ന ആലോചന സംവിധാനം ചെയ്ത് MT വാസുദേവൻ നായർ സാറിൻ്റെ കഥയിൽ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ വന്ന് നമ്മുടെ മമ്മൂക്ക, വലങ്കേ നായർ, മാധവി, ഗീത, പിന്നെ അങ്ങനെ ഒട്ടേറെ സുരേഷ് ഗോപി തുടങ്ങി ഒട്ടേറെ പ്രതിഭകൾ. അതിൽ പറയുകയാണെങ്കിൽ വിണ്ണിലെ താരങ്ങൾ കുറവും മണ്ണിലെ താരങ്ങൾ കൂടുതലുമാണ് ഇപ്പോഴും കാണുമ്പോൾ. അതിലെ പലരും മണ്ണിലെ വിട്ട് വിണ്ണിൽ ചെന്ന് വളരെ എന്താണ് പറയുന്നത്, ഭൂമിയിൽ നല്ലൊരു ജീവിതം ജീവിച്ച് കലാകാരനായി പുറത്ത് ലോകത്ത് നിൽക്കുകയാണ്. എങ്കിലും അവരെയൊക്കെ കാണാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണ് ഈ സിനിമ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചന്തു ചതിച്ചോ ചതിച്ചില്ലേ എന്നൊന്നും അറിയില്ല, അത് പാണൻ്റെ പാട്ടിൽ ലയിച്ചു പോയി. മമ്മൂക്ക, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയാർച്ച, തുമ്പോലാർച്ച, കുഞ്ഞുനൂലി. അപ്പോൾ ഇതിൽ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യം, ഒരു 4K മാസ്റ്ററിങ് വരുന്നപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയൊരു രീതിയിൽ 4K ചെയ്തിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഗംഭീരമായ ട്രീറ്റ് തന്നെയായിരുന്നു. അത്ര മനോഹരമായിരുന്നു. ശരിക്കും നമ്മൾ ആ ചേകവന്മാരുടെ ജീവിതം പറയുന്ന കഥയാണ്. അത് ഇപ്പോഴും കാണുമ്പോഴും അതിനത്രത്തോളം ഒരു പ്രസക്തി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. അന്നേരം ബസൂക്കാരെ പോസ്റ്ററിട്ട് ഞെട്ടിച്ചു. ഈ മനുഷ്യൻ എന്തു പോകാൻ പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് അതിലും ഒരു മാറ്റവും ഇല്ലാത്ത നമ്മുടെ മെഗാസ്റ്റാർ. പിന്നെ അതിസുന്ദരികളായ നമ്മുടെ മലയാളത്തിലെ നടിമാർ. അതിലേറ്റവും പറയുന്നത് നമ്മുടെ ഉണ്ണാർച്ചേട്ട അവതരിച്ച മാധവി, എന്തോ സൗന്ദര്യം. അതുപോലെ അതിൽ അഭിനയിച്ച എല്ലാവരും, കുഞ്ഞു ജോമോള്, കുഞ്ഞു വിനീത്, സുമാരിയമ്മ, എല്ലാവരും ഉദയനന്മാരുടെ കുടുംബത്തിൻ്റെ അതേ രീതിക്ക് തന്നെയാണ് അഭിനയിച്ചത്. എത്രയോ താരങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഓരോരുത്തരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി എത്രയോ താരങ്ങൾ വിട്ടുപോയെങ്കിലും അതിനകത്തുണ്ടായിരുന്നു. അതും അതിലെ 2 പാട്ടുകൾ, KS ചിത്രയുടെ ആ ഒരു ചിത്ര എന്ന് പറയുന്ന ഗായികയുടെ ആ ശബ്ദ സൗകുമാര്യം കാണാനുള്ള അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു ഭാഗ്യം അതിനകത്ത്, പ്രത്യേകിച്ച് ആ 4K മാസ്റ്ററിങ് പുതുതായിട്ട് കാണുമ്പം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വർണ്ണനയാണ് ആ ചിത്രത്തിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെയാണ് ഒരു 4K റീമാസ്റ്ററിങ് ചെയ്തിറങ്ങിയത്. ഉദയനന്മാർ അന്നത്തെ കാലഘട്ടം അതിൽ പറയുന്ന ഒരു ഡയലോഗാണ് ഏറ്റവും, ഉദയനന്മാരുടെ ഈ ജനിച്ചു പോയില്ലേ എന്ന് ക്യാപ്റ്റൻ രാജു പറയുന്ന ഒരു വാക്കുണ്ട്. അത് അരിങ്ങോടർ പറയണം, ജനിച്ചു പോയില്ലേ, ആരുടെയെങ്കിലുമൊക്കെ എന്താണ് നെല്ലളന്നതും മണ്ണളന്നതും ഒക്കെ കൂടിയതും കുറഞ്ഞതിനും വെട്ടിച്ചാവാൻ വിധിക്കപ്പെട്ടവരാണ് ഉദയനന്മാർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ടാകുന്ന ആ സമയത്താണ് നമുക്കതിൽ ഏറ്റവും അധികം വേദന ഉണ്ടാകുന്നത്. കാരണം അവരെ ഈ ഒരു കളരിയും അംഗവും ഒക്കെ പഠിച്ചിട്ട് അവസാനം അവരെ കൊല്ലാൻ വിടുന്നു. അതെല്ലാം ആ പെർഫെക്റ്റായ രീതിയിൽ ആ കഥയിൽ പറഞ്ഞു വരുന്നതാണ്. അതിൽ ഏറ്റവും വേദനാകരമായ ആ ചിത്രത്തിലെ ഏറ്റവും വലിയ ഡയലോഗ് അതാണ്. ഉദയനായി പറയുന്നത്, അരിങ്ങോടർ പറയുന്നത്, ഈ ചേകവന്മാരായി ജനിച്ചു പോയില്ലേ, ഇനി ഇവരുടെയൊക്കെ വാക്കുകൾക്ക് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ വളരെ മനോഹരമായ രീതിയിലുള്ള അന്നത്തെ ചിത്രം ഇന്നും കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ പുതുമയോടെ 4K റീമാസ്റ്ററിങ് ചെയ്ത് നല്ല ഗംഭീരമായി എത്തിച്ചിരുന്നു. വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം മണ്ണിലെ താരങ്ങളും വിണ്ണിലെ താരങ്ങളും എല്ലാം കൂടി ഒരുമിച്ച നല്ലൊരു അനുഭവം കൂടിയായിരുന്നു 4K മാസ്റ്ററിങ് ചെയ്ത് ഈ ചിത്രം കാണാൻ കഴിഞ്ഞത്.